കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്ര താളുകളിൽ പുതുപ്പള്ളി എന്നത് കേവലം ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ പേരല്ല, മറിച്ചൊരു വ്യക്തിയുടെയും ആ വ്യക്തിയോട് ഒരു നാട് കാണിച്ച സമാനതകളില്ലാത്ത കൂറിന്റെയും കഥയാണ്. കരോട്ട് വള്ളക്കാലിൽ ഉമ്മൻചാണ്ടി എന്ന കുഞ്ഞുഞ്ഞ് അരനൂറ്റാണ്ടിലേറെ കാലം തന്റെ രാഷ്ട്രീയ ജീവിതം തുന്നിച്ചേർത്തത് ഈ മണ്ണിലാണ്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടിയുമ്മൻ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുമ്പോൾ വികസനവും അവഗണനയും രാഷ്ട്രീയ പോരാട്ടങ്ങളും വീണ്ടും ഈ മണ്ഡലത്തെ വാർത്തകളിൽ നിറയ്ക്കുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തി എന്ന റെക്കോർഡ് ഉമ്മൻചാണ്ടിക്ക് സ്വന്തമാകുമ്പോൾ അതിന് പിന്നിൽ പുതുപ്പള്ളിക്കാരുടെ ഉറച്ച വിശ്വാസമുണ്ട്. 1970-ൽ ഒരു കൗമാരക്കാരന്റെ ആവേശവുമായി മത്സരരംഗത്തിറങ്ങിയ ഉമ്മൻചാണ്ടി പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായക സാന്നിധ്യവുമായി വളർന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ മേൽവിലാസം എന്നും പുതുപ്പള്ളി തന്നെയായിരുന്നു. 1970-ലെ തിരഞ്ഞെടുപ്പിൽ CPM-ന്റെ കരുത്തനായ സിറ്റിംഗ് MLA EM ജോർജിനെ 7288 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഉമ്മൻചാണ്ടി തന്റെ രാഷ്ട്രീയ യാത്ര തുടങ്ങിയത്. അന്നു മുതൽ 2023-ൽ അന്തരിക്കുന്നത് വരെ നീണ്ട 53 വർഷം പുതുപ്പള്ളി മറ്റൊരു പ്രതിനിധിയെ നിയമസഭയിലേക്ക് അയച്ചിട്ടില്ല. 12 തവണ തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ നിന്നും ജയിക്കുക എന്നത് ലോക ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ അപൂർവമായ നേട്ടമാണ്. ഇടതുപക്ഷം പലപ്പോഴും അതിശക്തമായ സ്ഥാനാർത്ഥികളെ ഉമ്മൻചാണ്ടിക്കെതിരെ പരീക്ഷിച്ചിട്ടുണ്ട്. VN വാസവൻ, ചെറിയാൻ ഫിലിപ്പ്, സിന്ധു ജോയി, ജെയ്ക് പി തോമസ് തുടങ്ങിയവർ ആ നിരയിൽ പ്രമുഖരാണ്. എങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വ്യക്തിബന്ധം പുതുപ്പള്ളിക്കാർക്ക് തങ്ങളുടെ കുഞ്ഞുഞ്ഞിനോട് ഉണ്ടായിരുന്നു. ഏത് പാതിരാത്രിയിലും ആർക്കും കയറിച്ചെല്ലാവുന്ന, എല്ലാവരെയും പേരെടുത്ത് വിളിക്കുന്ന ഒരു ജനകീയ നേതാവ് എന്ന പ്രതിച്ഛായയാണ് ഓരോ തിരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വിജയിച്ചു. എന്നാൽ ഇന്ന് പുതുപ്പള്ളിയിലെ ചർച്ചാ വിഷയം രാഷ്ട്രീയത്തിനപ്പുറം വികസനമാണ്. കഴിഞ്ഞ 10 വർഷമായി ഇടത് സർക്കാർ മണ്ഡലത്തോട് കടുത്ത അവഗണന കാണിക്കുന്നുവെന്നാണ് ചാണ്ടിയുമ്മന്റെ പ്രധാന ആരോപണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വിഭാവനം ചെയ്ത പല വമ്പൻ പദ്ധതികളും ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. തലപ്പാടിയിലെ ബയോമെഡിക്കൽ റിസർച്ച് സെന്റർ ഇതിനൊരു ഉദാഹരണമാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ വിഭാവനം ചെയ്ത ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരു ലാബ് പരിശോധന മാത്രമാണ് നടക്കുന്നത്. 4 വർഷം മുമ്പ് തറക്കല്ലിട്ട പാമ്പാടി വില്ലേജ് ഓഫീസിന്റെ പണികൾ ഇപ്പോഴാണ് മണ്ണ് മാറ്റുന്ന ഘട്ടത്തിലെത്തിയത്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ തുടങ്ങിയ മിനി സിവിൽ സ്റ്റേഷൻ വെറും പെയിന്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നുവെന്നും പുതിയ പദ്ധതികൾ ഒന്നും സർക്കാർ അനുവദിക്കുന്നില്ലെന്നും ചാണ്ടിയുമ്മൻ കുറ്റപ്പെടുത്തുന്നു. എങ്കിലും ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കൊട്ടാരത്തിക്കടവ് കലുങ്ക് നിർമ്മാണം, റോഡുകളുടെ നവീകരണം, പാവപ്പെട്ടവർക്കുള്ള സാമ്പത്തിക സഹായം എന്നിവ വഴി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ചാണ്ടിയുമ്മൻ അവകാശപ്പെടുന്നു. ചാണ്ടിയുമ്മന്റെ അവഗണനാ വാദങ്ങളെ CPM ശക്തമായി എതിർക്കുന്നു. കേരളം മൊത്തം വികസിപ്പിക്കുമ്പോൾ പുതുപ്പള്ളിയെ മാത്രം മാറ്റി നിർത്താൻ കഴിയില്ലെന്നാണ് CPM കോട്ടയം ജില്ലാ സെക്രട്ടറി TR രഘുനാഥന്റെ പക്ഷം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പോലും പുതുപ്പള്ളിയിൽ കാര്യമായ വികസനം ഉണ്ടായിട്ടില്ലെന്നും ജനപ്രതിനിധി കൃത്യമായി ഇടപെടാത്തതാണ് പദ്ധതികൾ വൈകാൻ കാരണമെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അയൽമണ്ഡലങ്ങളായ ഏറ്റുമാനൂരിലും കാഞ്ഞിരപ്പള്ളിയിലും വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പുതുപ്പള്ളിയിൽ മാത്രം അത് നടക്കാത്തത് MLA-യുടെ പരാജയമാണെന്നും ഇടതുപക്ഷം വാദിക്കുന്നു. 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പുതുപ്പള്ളിയിലെ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. പിതാവിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുകയും വികസനത്തിലെ അവഗണന ഒരു പ്രധാന രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും ആധിപത്യം ഉറപ്പിച്ചത് അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. തുടർച്ചയായി 3 പരാജയങ്ങൾക്ക് ശേഷം ജെയ്ക് പി തോമസ് ഇക്കുറി പിന്മാറുന്നത് LDF-ന് പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവസരങ്ങൾ ഒരുക്കുന്നു. പുറത്തുനിന്നുള്ളവരെക്കാൾ മണ്ഡലത്തിൽ വേരുകളുള്ള ഒരു തദ്ദേശീയ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി അട്ടിമറി വിജയം നേടാനാണ് CPM ലക്ഷ്യമിടുന്നത്. പുതുപ്പള്ളിയിലെ രാഷ്ട്രീയ മനസ്സ് മാറുന്നുണ്ടോ എന്നതിന്റെ സൂചനയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ. LDF ഭരിച്ചിരുന്ന പാമ്പാടി പഞ്ചായത്ത് തിരിച്ചുപിടിക്കാൻ UDF-ന് കഴിഞ്ഞത് ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിലുള്ള അംഗീകാരമായാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. മറ്റ് പഞ്ചായത്തുകളിലും വ്യക്തമായ മുൻതൂക്കം ലഭിച്ചത് വരുന്ന തിരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായി കാറ്റ് വീശുന്നുണ്ടെന്നാണ് തെളിയിക്കുന്നത്. പുതുപ്പള്ളി എന്നാൽ കരോട്ട് വള്ളക്കാലിൽ കുടുംബത്തിന് കേവലം ഒരു തിരഞ്ഞെടുപ്പ് മണ്ഡലമല്ല, മറിച്ച് അവരുടെ വീടാണ്. ഉമ്മൻചാണ്ടി നട്ടുനനച്ച വൈകാരിക ബന്ധം ചാണ്ടിയുമ്മൻ എങ്ങനെ വിനിയോഗിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ. വികസനം തടയുന്നുവെന്ന ആരോപണം, അതിനെതിരെയുള്ള സർക്കാരിന്റെ പ്രതിരോധം വോട്ടർമാരുടെ ഇടയിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. എങ്കിലും പാരമ്പര്യവും വികസനവും ഏറ്റുമുട്ടുമ്പോൾ പുതുപ്പള്ളി ആർക്കൊപ്പം നിൽക്കുമെന്നത് കേരളം ഉറ്റുനോക്കുന്ന വലിയൊരു രാഷ്ട്രീയ സമസ്യയായി തുടരുന്നു. പുതുപ്പള്ളിയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വികസന തർക്കങ്ങളും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നതും കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാന വിഷയമാണ്. ചാണ്ടിയുമ്മൻ ഉയർത്തുന്ന സർക്കാർ അവഗണന എന്ന വാദം തിരഞ്ഞെടുപ്പിൽ UDF-ന്റെ പ്രധാന ആയുധമാകും. മണ്ഡലത്തിലെ സ്തംഭിച്ച പദ്ധതികളും സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിലെ കാലതാമസം വോട്ടർമാർക്കിടയിൽ ചർച്ചയാക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ അത് ഭരണവിരുദ്ധ വികാരമായി മാറും. എന്നാൽ ഏറ്റുമാനൂർ പോലെയുള്ള അയൽമണ്ഡലങ്ങളിലെ വികസനം ചൂണ്ടിക്കാട്ടി MLA-യുടെ പരാജയമാണ് പുതുപ്പള്ളിയിലെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്ന് സ്ഥാപിക്കാനാകും LDF ശ്രമിക്കുക. 2025 അവസാനത്തോടെ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം UDF നേടിയ വൻ വിജയം പുതുപ്പള്ളിയിലും പ്രതിഫലിച്ചിട്ടുണ്ട്. LDF കോട്ടയായിരുന്ന പാമ്പാടി പഞ്ചായത്ത് തിരിച്ചുപിടിച്ചത് UDF-ന് വലിയ ആത്മവിശ്വാസവും നൽകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഈ ഭൂരിപക്ഷം നിയമസഭാ തിരഞ്ഞെടുപ്പിലും നിലനിർത്താനായാൽ ചാണ്ടിയുമ്മന് വലിയ വെല്ലുവിളികളില്ലാതെ വിജയിക്കാനാകും.
ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടികുമന് ലഭിച്ച റെക്കോർഡ് ഭൂരിപക്ഷത്തിന് പിന്നിൽ ഉമ്മൻചാണ്ടിയോടുള്ള സഹതാപ തരംഗമായിരുന്നു. എന്നാൽ പൊതുതെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വെറും വൈകാരികതയേക്കാൾ പ്രകടനം വിലയിരുത്തപ്പെടും. ജേക്ക് പി തോമസിന് പകരം ഒരു പ്രാദേശിക സ്ഥാനാർത്ഥിയെ LDF അവതരിപ്പിച്ചാൽ അത് മത്സരത്തെ കൂടുതൽ കടുപ്പമുള്ളതാക്കും. പുതുപ്പള്ളിയിൽ പാരമ്പര്യവും വികസനവും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാകും നടക്കുക. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് നിലനിർത്തുകയെന്നത് ആത്മാഭിമാന പ്രശ്നമാണ്. മറിച്ച് ഇടതുപക്ഷത്തിന് പുതുപ്പള്ളിയിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും.